പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഏരൂർ നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ മികവുത്സവവും നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി. കൂടാതെ പ്രീ പ്രൈമറി ക്ലാസുകളുടെ ഉദ്ഘാടനം, ഉച്ചഭാഷിണി യന്ത്രം, AI ടീച്ചർ, നവീകരിച്ച സ്കൂൾ കവാടം എന്നിവയുടെ സമർപ്പണം, ഫർണിച്ചറുകളുടെ കൈമാറ്റം എന്നിവയും നടന്നു. യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത്, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നേട്ടം വളരെ വളരെ മുന്നിലാണ്. കേരളത്തിൽ 100 വിദ്യാർത്ഥികൾ 1-ാം ക്ലാസ്സിൽ ചേർന്നാൽ 100 വിദ്യാർത്ഥികളും 12-ാം ക്ലാസ്സിലെത്തും. അത് നമ്മുടെ ഒരു വാശിയാണ്. ഇപ്പൊ നിങ്ങൾ 10-ാം ക്ലാസ് പരീക്ഷ എഴുതിച്ചപ്പോൾ അധ്യാപകർക്ക് അത് മനസ്സിലായി കാണും. അധ്യാപകർ ഒരു വിദ്യാർത്ഥിയെങ്കിലും പരീക്ഷ എഴുതാതിരിക്കാൻ പാടില്ല. അതിനുവേണ്ടി വിദ്യാർത്ഥികളുടെ വീടുകളിൽ പോയി കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുന്ന സമീപനം തന്നെ അധ്യാപകർ എടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരെയും ക്ലാസ്സിൽ മികച്ച അന്തരീക്ഷമുണ്ടാക്കി വിദ്യാർത്ഥികൾക്ക് സൗകര്യം ഉറപ്പാക്കാനും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനും രാജ് സാറും കൂടി വേദിയിൽ നിന്ന് പങ്കുവച്ച കാര്യം, നമ്മുടെ പാഠപുസ്തകങ്ങൾ വെക്കേഷൻ ടൈമിൽ തന്നെ കുട്ടികളിലേക്ക് പൂർണ്ണമായിട്ടും എത്തുകയാണ്. ചില വർഷങ്ങളിലൊക്കെ മുമ്പ് കാലത്ത് ഫസ്റ്റ് ടൈം പരീക്ഷയായാൽ പോലും നമുക്ക് പാഠപുസ്തകം ലഭിക്കുമായിരുന്നില്ല. ഞങ്ങളൊക്കെ യുവജന സംഘടനാ പ്രവർത്തകരായിരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ പാഠപുസ്തകം നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് വീടുകളിൽ കൊണ്ടുപോയി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തനം നടത്തിയിരുന്നു. ഇപ്പൊ നമുക്ക് അതൊരു വലിയ പ്രയാസം ഉണ്ടാക്കിയ കാലമായിരുന്നു കുട്ടികളെ സംബന്ധിച്ച്. അതുപോലെ സർക്കാർ സ്കൂളിന്റെ അവസ്ഥയും വളരെ പരമദയനീയമായി. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ പലരും, അതുപോലെ ഈ വേദിയിലിരിക്കുന്ന പലരും ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ഉൾപ്പെടെ ഈ സ്കൂളിൽ നേരത്തെ വിദ്യാർത്ഥികളായിരുന്നവരാണ്. അവർ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള സാഹചര്യമല്ല ഇപ്പോഴത്തെ സ്കൂളിൽ. ഞാൻ പല സ്കൂളുകളിലും അക്കാര്യം ആവർത്തിച്ച് പറയാറുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ K ഷാജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അജിത്, മുൻ മന്ത്രി K രാജു, ഗ്രാമപഞ്ചായത്ത് അംഗം SL അഖിൽ, PTA പ്രസിഡന്റ് M ജയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് G ഗോപകുമാർ, SMC ചെയർമാൻ P പ്രദീപ്, MBTA പ്രസിഡന്റ് രേഖ സജീവ്, പൂർവ്വ വിദ്യാർത്ഥികളായ R സുബി, S അമേഷ് കുമാർ, VS ദേവൻ, ഹെഡ്മാസ്റ്റർ K സജികുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, ജില്ലാ വിഷൻ, ഏരൂർ.